ഇപ്പോൾ പല ഫോണുകളിലും വരുന്ന ഒരു ഫീച്ചറാണ് സ്പ്ലിറ്റ് സ്ക്രീൻ എന്നുള്ള ഫീച്ചർ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഫോണിൽ ഒരു സ്ക്രീനിൽ ഒരേ ടൈമിൽ രണ്ട് ആപ്പുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്തു എൻ്റെ ഫോണിൽ. അതിനുശേഷം ഇത് ഞാൻ സ്പ്ലിറ്റ് സ്ക്രീനിലോട്ട് ആക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് പോക്കോയുടെ ഫോണാണ്. പോക്കോയുടെ ഫോണിൽ അതെങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ റീസെൻറ്റ് ആപ്സ് എടുക്കുക. അതെടുത്ത് കഴിഞ്ഞിട്ട് ഏത് ആപ്പാണോ സ്പ്ലിറ്റ് സ്ക്രീനിലോട്ട് കൊണ്ടുവരേണ്ടത് ആ ഒരു ആപ്പിൽ ലോങ് പ്രസ് ചെയ്യുക. അത് ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ സ്പ്ലിറ്റ് സ്ക്രീനിൻ്റെ ഒരു ചിഹ്നം കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബ് നമുക്കിവിടെ മുകളിൽ കാണാൻ പറ്റും. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ രണ്ടാമത് ഏത് ആപ്പാണോ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ആ ഒരു ആപ്പ് സെലക്ട് ചെയ്യുക. അപ്പം എനിക്കൊരു ബ്രൗസറാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പം ആ ഒരു ബ്രൗസർ ഞാൻ സെലക്ട് ചെയ്തു. ആ ഒരു ബ്രൗസർ സെലക്ട് ചെയ്താൽ മുകളിൽ യൂട്യൂബും താഴെ ആ ഒരു ബ്രൗസറും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ നമുക്ക് ഒരേ ടൈമിൽ ഒരു ഫോണിൽ രണ്ട് ആപ്പുകൾ ഒരുമിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാ ഫോണുകളിലും സെറ്റിങ്സ് ഇതുപോലെയൊന്നുമല്ല. ഇപ്പോൾ റിയൽമിയുടെ ഒക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല സെറ്റിങ്സ് വരുന്നത്. ഏത് ആപ്പാണോ സ്പ്ലിറ്റ് സ്ക്രീൻ ആക്കേണ്ടത് എന്ന് വെച്ചാൽ ആ ഒരു ആപ്പിൽ പോയതിന് ശേഷം ജസ്റ്റ് മുകളിലോട്ട് 3 വിരൽ വെച്ചിട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. നമുക്ക് അതിനുശേഷം രണ്ടാമത്തെ ആപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഫോണുകൾക്ക് അനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇതിൽ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ചില ആപ്പുകൾ നമ്മൾ സ്പ്ലിറ്റ് സ്ക്രീനിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പം ആ ആപ്പുകൾ സ്പ്ലിറ്റ് സ്ക്രീൻ സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞേക്കാം. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് വീണ്ടും യൂട്യൂബ് സ്പ്ലിറ്റ് സ്ക്രീനിൽ ഇടാൻ പോവാണ്. അതിനുശേഷം എനിക്ക് രണ്ടാമത് സെലക്ട് ചെയ്യേണ്ടത് കൈൻ മാസ്റ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ ആണ് എന്ന് വിചാരിക്കുക. അപ്പം കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും. ഞാൻ അത് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ആപ്പ് ഡസ് നോട്ട് സപ്പോർട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ എന്നതിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ആപ്പ് സ്പ്ലിറ്റ് സ്ക്രീനിൽ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം എബൌട്ട് ഫോൺ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് MIUI വെർഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് പോക്കോയുടെ ഫോണാണ്. പോക്കോയുടെ ഫോണിലെ ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ റെഡ്മിയുടെ ഫോണിലും ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ബാക്കി ഫോണുകളിൽ സെറ്റിങ്സ് ഡിഫറെൻ്റ് ആണ്. എന്തായാലും പോക്കോയുടെ ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ 3-4 പ്രാവശ്യം നിൽക്കുക. 4 പ്രാവശ്യമാണ് നിൽക്കേണ്ടത്. 4 പ്രാവശ്യം നിൽക്കുമ്പോൾ യു ആർ നൗ എ ഡെവലപ്പർ എന്നുള്ളത് ഇവിടെ താഴെ എഴുതി കാണിക്കുന്നതായിരിക്കും. അതുവരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് റെഡ്മിയുടെ അല്ലെങ്കിൽ പോക്കോയുടെ ഫോൺ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിയൽമിയുടെ ഒക്കെ ഫോണിൽ സെറ്റിങ്സിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. സെറ്റിങ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം എബൌട്ട് ഡിവൈസ് എന്നുള്ള ഓപ്ഷനിലോട്ടാണ് പോവേണ്ടത്. അതിലോട്ട് പോയതിന് ശേഷം നമുക്ക് വെർഷൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ ബിൽഡ് നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ഇതുപോലെ 4-5 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് യു ആർ നൗ എ ഡെവലപ്പർ എന്നുള്ളത് കാണാൻ പറ്റും. അങ്ങനെ ചെയ്ത് വെക്കുക. പിന്നെ പല ഫോണുകളിലും ബിൽഡ് നമ്പർ എന്നുള്ളത് തന്നെയാണ് വരുന്നത്. പോക്കോയുടെയും റെഡ്മിയുടെ ഒക്കെ ഫോണുകളിലാണ് കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നത്. പിന്നെ സെറ്റിങ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൻ്റെ ഫസ്റ്റ് പേജിലോട്ട് വന്നിട്ട് ബിൽഡ് നമ്പർ എന്നുള്ളത് സെർച്ച് ചെയ്താൽ മതി. അത് സെർച്ച് ചെയ്താൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും പോക്കോയുടെയും റെഡ്മിയുടെയും അല്ലാത്ത ഫോണുകളിൽ. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളത് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഇപ്പം പോക്കോയുടെ അല്ലെങ്കിൽ റെഡ്മിയുടെ ഒക്കെ ഫോണിലാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പോൾ റിയൽമിയുടെ ഫോണിലും അഡീഷണൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻസ് എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഓപ്പൺ ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ സെറ്റിങ്സിൻ്റെ ഫസ്റ്റ് പേജിൽ വരിക. എന്നിട്ട് മുകളിൽ സെർച്ച് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ഡെവലപ്പർ ഓപ്ഷൻസ് എന്നുള്ളത് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഡെവലപ്പർ ഓപ്ഷൻസ് എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ഡെവലപ്പർ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താലും മതി. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുക. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഫോഴ്സ് ആക്ടിവിറ്റി ടു ബി റീസൈസബിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഓഫായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് നമ്മൾ ഓണാക്കണം. ഇപ്പം ഞാൻ അത് ഓണാക്കിയിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് അടിച്ച് പോവുക. ഇപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ ഒന്നും കൂടി ഓണാക്കി നോക്കാം. ഞാൻ ഫസ്റ്റ് നേരത്തെ പോലെ തന്നെ യൂട്യൂബ് ആപ്ലിക്കേഷൻ എടുക്കുകയാണ്. യൂട്യൂബ് ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം അത് സ്പ്ലിറ്റ് സ്ക്രീനിലോട്ട് ഇടുകയാണ്. അതിനുശേഷം ഞാൻ രണ്ടാമത്തെ ആപ്പായിട്ട് കൈൻ മാസ്റ്റർ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കൈൻ മാസ്റ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. ആപ്പ് മെ നോട്ട് വർക്ക് വിത്ത് സ്പ്ലിറ്റ് സ്ക്രീൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് കൈൻ മാസ്റ്റർ ഇതിൽ യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ മുകളിൽ യൂട്യൂബും യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 2 ആപ്സും എനിക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ആപ്പ് ഡസ് നോട്ട് സപ്പോർട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ എന്നുള്ള പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.